അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ കയറി ഞങ്ങൾ പോവാണ്. ഇതാണ് എൻ്റെ ഇപ്പോൾ ഒരാളേ ഉള്ളൂ, ബാക്കിൽ രണ്ടുപേരും ഞങ്ങളെ പോയി കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് യാത്ര എങ്ങനെയൊക്കെ ടാഗ് ഓൺ ചെയ്ത് ഞങ്ങൾ അപ്പം ബോട്ടിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കുറേ നാളിന് ശേഷം ഞങ്ങൾ വീണ്ടും ഓക്ലൻഡ് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഇവിടെ കാത്തുനിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോകാം. പക്ഷെ ക്ലിയർ അല്ല, ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നതുകൊണ്ടും ഒന്നും നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ ഓർമ്മ പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ അപ്പം ഞങ്ങളിങ്ങനെ പോവാം. അയ്യോ, അവിടെ രണ്ടുപേരുള്ള സീറ്റിൻ്റെ തപ്പത്തിൽ നമ്മൾ ഓൾറെഡി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. എത്താറയോ ചെറിയ സ്പീഡ് സീറ്റ് ഉണ്ടോ? അവിടെ ഒരാൾ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ എനിക്ക് ബാക്കിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ അവരെനിക്ക് സമ്മതിച്ചില്ലെങ്കിലോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. പക്ഷെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ടോ. വെള്ളം കാണാം, നീല വെള്ളം, നീലക്കടൽ. അങ്ങനെ ഞങ്ങൾ ഓക്ലൻഡ് സിറ്റിയിൽ അടുക്കാറായി. കുറച്ച് ദൂരം കൂടി അല്ലേടി, ദൂരം കൂടെ ഉള്ളല്ലോ, തൊട്ടടുത്തായിരിക്കാമെന്നാണ്. അപ്പോൾ ഇത്രയും നമുക്കിനി ഇങ്ങനെ വന്നാൽ മതിയല്ലേ, എന്തില്ലേ വേറെ ഒരു ഞങ്ങളിങ്ങനെ തോന്നുമ്പോൾ ഇനി ഞങ്ങൾ ഓക്ലൻഡ് സിറ്റിയിലേക്ക് യാത്ര തിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എടുക്കാറായി. എന്നെ എടുക്കുമ്പോൾ കാണിക്കുക, ഇനി ഞങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എടുക്കാറായി. അടുപ്പിച്ചുകൊണ്ട് ബോട്ട് സ്ഥലത്തെത്തി. ദൂരെ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ ആട്ടോ. ഇവിടെ ഓൾറെഡി ഒരെണ്ണം വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് പോകാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ ഏകദേശം ബാക്കിലോട്ട് എടുത്ത് റിവേഴ്സ് പാർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി സിറ്റിയിലോട്ട് പോകും. ഏകദേശം എത്തി. ബാക്കെടുത്ത് ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ ടാഗ് ഓഫ് ചെയ്ത് പോയി. അതിന് അവർക്ക് പറ്റാതിരുന്നേ, കാർഡിൽ പൈസ ഇല്ലായിരിക്കും. എന്നിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ല. ഗ്ലോബൽ കൾച്ചർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഫെറി
ഇറങ്ങി തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഓക്ലൻഡ് ടൗണിലെത്തി. തിരിച്ച് ഞങ്ങൾ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഞങ്ങൾ ഇനി റോഡ് ക്രോസ് ചെയ്യണം. അതിന് വെയിറ്റ് ചെയ്യട്ടോ. ആരെങ്ങനെ കാര്യമായിട്ട് രൂക്ഷമായിട്ട് നോക്കിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഇതാണ് ഫെറിയൊക്കെ ഉള്ള പ്ലേസ്. ഞങ്ങൾ കയറേണ്ടത് തിരിച്ചു പോകുമ്പോൾ. ഞങ്ങൾ പോട്ടെ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നെ നമ്മൾ പോകുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ശരവണ ഹോട്ടലിലെത്തി. അപ്പോൾ നമ്മുടെ ഫാത്തിമ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് QR കോഡ് സ്കാൻ ചെയ്ത് അതുവരെ ഭക്ഷണം ഓർഡർ ചെയ്ത് അവർ നമുക്ക് കൊണ്ടുതരാണ്. ഇന്നിപ്പോൾ പേയ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് തരും. അപ്പോൾ ഇതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഞങ്ങൾക്ക് ടേബിൾ 14 നമ്പറൊക്കെ ടേബിൾ 42. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കാൻ നല്ല വിശക്കുന്നുണ്ട്. ഉച്ചയായി. അപ്പം പൂരി മസാല ഞങ്ങൾ ഓർഡർ ചെയ്തു. എന്നിട്ട് വന്നിട്ട് കാണാം. പിന്നെ പൂരി ബജി വന്നു. ഇപ്പോൾ കഴിക്കാൻ പോകാം. അങ്ങനെ ഞങ്ങൾ സ്കൈ ടവറിലെത്തി. അങ്ങനെ സ്കൈ ടവർ മേലോട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ഹോട്ടലിനകത്തോട്ട് കയറി. അവിടെ നമ്മൾ ചൂതാട്ടമാണ് കണ്ടത്. കാസിനോ ഒക്കെ നമ്മൾ കണ്ട് തിരിച്ച് പോവാട്ടോ. ഞങ്ങളിപ്പോൾ ഏതൊരു വള്ളിക്കെട്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. വള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു വള്ളിക്കെട്ട്. ഇനി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ പോയി വരാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാം. ഒരു നിറച്ച് ക്യൂ ആണ്. തിരിച്ച് ഞങ്ങൾ ഫെറിക്ക് ഞങ്ങൾ D1 പോർട്ടിലൂടെ ഞങ്ങളുടെ പ്ലേസിലേക്ക് പോകാൻ. ഞങ്ങൾ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നീണ്ടൊരു ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ കാർഡ് ടാപ്പ് ചെയ്ത് അകത്ത് കയറി. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ക്യൂവിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. വെള്ളത്തിൽ കയറി ഞങ്ങളെ പോകാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാക്കിലോട്ട് തിരിച്ചു പോവുകയാണ് വെള്ളത്തിൽ കൂടി. ഇതാ ഞങ്ങൾ ഓക്ലൻഡ് സിറ്റിക്ക് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പ്ലേസിലോട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. തൂണിലൊക്കെ നിറച്ച് കക്കാസ്. ഈ അവിടെ വേറെ എണ്ണം കിടപ്പുണ്ട് കേട്ടോ. ബോട്ട് ഞാൻ അവനെയല്ല പിടിക്കണം. അയ്യാൻസ്കോട്ടിന്റെ മോനാണോ? ഇവരൊരു കുടുംബത്തോടെ റിയാൻ ലുക്ക്. എല്ലാവരും നമ്മളെപ്പോലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ പോലെ വീഡിയോയിൽ കോൺസെൻട്രേഷൻ ആണ് അവർക്കെല്ലാം. മുഖ്യം വിജിലേ. എനിക്ക് പേടി ഒന്നിങ്ങനെ. നല്ല പിടുക്കം. ഓൺ ദ ഫ്ലോർ ബേബി. അവിടുന്ന് ആൾക്കാർ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പോകുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൊണ്ട് നമ്മളവിടെ D1 ബോട്ടിലെത്തി.
ഇതിനകത്ത് വീഴുമോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ ഞങ്ങൾ വീഡിയോ പിടുത്തവുമായി യാത്ര തുടങ്ങുന്നു. ആ സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെയാ അല്ല, നമ്മളെ കെമിക്കലൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഈ ബോട്ടിലാണ് ഞങ്ങളിപ്പം കുറച്ച് മുമ്പ് വന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളവിടെ ടാപ്പ് ചെയ്യാനതുണ്ട്. കാർഡ് ടാപ്പ് ചെയ്ത് പൈസ അതിൽ നിന്ന് കളക്ട് ചെയ്ത് അവരെടുത്തോളും. പിന്നെ ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോവുക ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരും ഇപ്പം യാത്രയാവും. കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം നിറച്ച് ആൾക്കാരുമായിട്ട് ഞങ്ങൾ പോകും. ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇതുവഴി ഇറങ്ങി ഞങ്ങൾ പോകാൻ